അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും ആഗോള സാമ്പത്തിക മേഖലയെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് അമേരിക്കയുമായി നിശ്ചയിച്ചിരുന്ന രണ്ടാം വട്ട ചർച്ചകളിൽ നിന്ന് ഇറാൻ ഔദ്യോഗികമായി പിന്മാറി. വാഷിംഗ്ടൺ മുന്നോട്ട് വെക്കുന്ന പരസ്പര വിരുദ്ധമായ നിലപാടുകളും കടുത്ത നിബന്ധനകളും അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് ടെഹ്റാൻ നയതന്ത്ര ചർച്ചകളുടെ മേശയിൽ നിന്ന് എഴുന്നേറ്റത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ വിദേശ നയത്തിലെ വൈരുദ്ധ്യങ്ങളും പശ്ചിമേഷ്യയിൽ തുടരുന്ന നാവിക ഉപരോധവുമാണ് ഇറാനെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് പ്രേരിപ്പിച്ചത്. ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഒരു വശത്ത് പറയുമ്പോഴും മറുവശത്ത് ഇറാന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നതെന്ന് ഇറാനിയൻ ഭരണകൂടം കുറ്റപ്പെടുത്തുന്നു. അടുത്തിടെ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലും ഇറാനിയൻ കപ്പലും തമ്മിൽ കടലിൽ വെച്ചുണ്ടായ അപകടകരമായ ഏറ്റുമുട്ടൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ഈ സംഭവം കേവലം ഒരു നാവിക തർക്കത്തിനപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനികമായ വടംവലിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്ക നിലവിൽ തുടരുന്ന നാവിക ഉപരോധത്തെ കൂട്ടായ ശിക്ഷാവിധി എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം ഉപരോധങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇതിനെതിരെ ശക്തമായി തിരിച്ചടി നൽകുമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. ഹോർമസ് കടലിടുക്കിന് മേൽ തങ്ങൾക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് അമേരിക്കയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് ഇറാന്റെ നീക്കം. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ സിറിയായ ഹോർമസ് കടലിടുക്ക് സംഘർഷഭരിതമായതോടെ ആഗോള വിപണിയും കടുത്ത സമ്മർദ്ദത്തിലാണ്. എണ്ണവില കുതിച്ചുയരുന്നത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് വഴി തുറക്കുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ചർച്ചകൾ പാതി വഴിയിൽ നിലച്ചതോടെ നയതന്ത്ര പരിഹാരത്തിനുള്ള സാധ്യതകൾ മങ്ങുകയും സൈനികമായ ഏറ്റുമുട്ടലുകൾക്കുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. പശ്ചിമേഷ്യൻ മേഖല ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണെന്ന സൂചനയാണ് നിലവിലെ സംഭവ വികാസങ്ങൾ നൽകുന്നത്. ഒമാൻ ഉൾക്കടലിൽ ഇറാനിയൻ പതാക വഹിച്ച ചരക്ക് കപ്പൽ അമേരിക്കൻ നാവികസേന തടഞ്ഞ് നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന വാർത്ത പുറത്തു വന്നതോടെ ലോകം വീണ്ടും ഹോർമുസ് കടലിടുക്കിലേക്കാണ് ശ്രദ്ധ തിരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് പ്രഖ്യാപിച്ച ഈ നടപടി ഒരു സാധാരണ നാവിക ഇടപെടലല്ല, മറിച്ച് അത് അമേരിക്കയുടെ ശക്തി പ്രകടനവും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുന്ന സമീപനവും എന്ന രീതിയിലാണ് പലരും കാണുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെയും സമുദ്ര സുരക്ഷയുടെയും ഹൃദയഭാഗമായ പ്രദേശത്ത് നടന്ന ഈ സംഭവം അടുത്ത ദിവസങ്ങളിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ നിർണയിക്കാവുന്ന തരത്തിലുള്ളതാണ്. സംഭവത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത് ടൗസ്ക എന്ന പേരിലുള്ള ഇറാനിയൻ ചരക്ക് കപ്പലാണ്. അമേരിക്കയുടെ ആരോപണം അനുസരിച്ച് ഉപരോധം മറികടക്കാൻ ശ്രമിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ നിയമാനുസൃത വാണിജ്യ കപ്പലായിരുന്നു. അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ വെടിവെച്ച് പ്രവർത്തനരഹിതമാക്കി കസ്റ്റഡിയിലെടുക്കുന്നത് സുരക്ഷാ നടപടി എന്നതിലുപരി ആധിപത്യ രാഷ്ട്രീയത്തിന്റെ പ്രകടനമായാണ് കാണപ്പെടുന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ശ്വാസനാളം മുറുക്കാനുള്ള നീക്കമായാണ് ഇത് ഇറാനിൽ വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ പ്രതികരണം അതിനാൽ സ്വാഭാവികമായും കടുത്തതായിരുന്നു. തങ്ങളുടെ വാണിജ്യ കപ്പലിനെ ആക്രമിക്കുകയും നാവിഗേഷൻ സംവിധാനം പ്രവർത്തനരഹിതമാക്കുകയും ചെയ്ത നടപടിയെ സായുധ കടൽക്കൊള്ള എന്ന് വിശേഷിപ്പിച്ചത് വെറും പ്രചാരണ വാചകമല്ല, മറിച്ച് ദേശീയ സ്വാഭിമാനത്തിന്റെ ഭാഷയായിരുന്നു. ഒരു രാജ്യം സ്വന്തം പതാക വഹിക്കുന്ന കപ്പലിനെ സംരക്ഷിക്കാൻ ശബ്ദമുയർത്തുന്നത് അതിന്റെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഉടൻ മറുപടി ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് യുദ്ധവാചകമായി മാത്രം കാണാനാവില്ല. അത് ആക്രമണത്തെ ചെറുക്കാനുള്ള പ്രതിരോധ പ്രഖ്യാപനമായും വായിക്കണം. മുന്നറിയിപ്പിന് പിന്നാലെ ഇറാനിയൻ സംഘങ്ങൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ നീക്കങ്ങൾ നടത്തിയതായി റിപ്പോർട്ട് ചെയ്തു. ഈ റിപ്പോർട്ടുകൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിന്റെ രാഷ്ട്രീയ അർത്ഥം വ്യക്തമാണ്. അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ മേഖലയിലെ ശക്തി സമവാക്യം ഏകപക്ഷീയമല്ലെന്ന് ഇറാൻ ലോകത്തോട് ഓർമ്മിപ്പിക്കുകയായിരുന്നു. സാങ്കേതികമായും സൈനികമായും സമ്മർദ്ദം ചെലുത്താൻ തങ്ങൾക്ക് കഴിവുണ്ടെന്ന് കാണിക്കുന്ന മനഃശാസ്ത്രപരമായ മറുപടിയായിരുന്നു അത്.